പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പാൻ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. റവ വെച്ചിട്ട് മൈദ വെച്ചിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ടൊക്കെ ഉണ്ടാക്കും. എന്നൊരു വെള്ള റവ വെച്ചിട്ടൊരു പാൻ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് മുന്നേ പാലിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. 2 കപ്പ് റവയാണിത്. അതിലേക്ക് ഏകദേശം ഒരു 1.5 കപ്പോളം പാൽ ഒഴിച്ചിട്ട് കുതിർത്ത് വെച്ചതാണ്. 15 മിനിറ്റോളം കുതിർത്ത് വെച്ചതാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. കണ്ടില്ലേ, പാലിൽ വേണം കുതിർത്ത് വെക്കാൻ. ഇനി എന്തൊക്കെയായാലും ചേർക്കണം നോക്കാം. നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ ചിരകിയത് ചേർക്കാം. ഒരു പിടി തേങ്ങ ചിരകിയത് ഇട്ടോ. ശർക്കരയാണ്. പഞ്ചസാര ഇട്ടിട്ട് ഉണ്ടാക്കാതെ കേട്ടോ. ഞാൻ ശർക്കര ഉപയോഗിക്കുന്നത് മാത്രം. പഞ്ചസാരേനേക്കാളും കുറച്ചും കൂടി ഉപയോഗിക്കുക നല്ലതാണല്ലോ. സ്പൂണ് കൊക്കോ പൗഡർ, ഒരു 1.5 സ്പൂണ് കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട് ഞാൻ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. പാലിൽ കുതിർത്ത് വെച്ച റവ, ശർക്കര, കൊക്കോ പൗഡർ, തേങ്ങ ചിരകിയത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്കിതിലേക്ക് പാലൊഴിക്കണം. കുറച്ചുകൂടി പാലൊഴിക്കണം. അതൊരു ഇഡ്ലി മാവിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി വരണം. അപ്പോഴല്ലേ ഇത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇരിക്കണം ഏകദേശം ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, ചുട്ടെടുക്കാം. കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ കുറച്ച് ഒഴിക്കണം. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് തിരിച്ചിടാം. ശരി, വഴുതി പോകുന്നു. ഒന്നുകൂടി ഉണ്ടാക്കാം. അതൊക്കെ ഒന്നായിട്ട് മാത്രം, അധികം വലിപ്പം വേണ്ട. റവ കൊണ്ടുള്ള പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.